മച്ചാമാരെ നമ്മൾ ഒരു ജിമ്പൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സൈറ്റ് വഴിയാണ് ഓർഡർ ചെയ്തത്. ഒരു ഇൻസ്റ്റാഗ്രാമിൽ വന്ന ഒരു സൈറ്റ് വഴിയാണ് ഓർഡർ ചെയ്തത്. എന്തായാലും നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കളിപ്പീരും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് വന്നിരിക്കുന്ന സാധനം എന്താണെന്ന് കാണിച്ചു തരാം. ഞാൻ നിങ്ങൾ തന്നെ കണ്ടോണം. താണ്ട ആദ്യം കുറച്ച് പേപ്പറും കാര്യങ്ങളെല്ലാം അവർ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരം വിചാരിച്ചു നല്ല രീതിയിലൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കാണെന്നൊക്കെയാണ് വിചാരിച്ചത്. പിന്നെ നമുക്ക് ഇതിനകത്ത് വന്ന സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, 4 കെട്ട സോപ്പാണ് നമുക്ക് ഇവർ അയച്ചിരിക്കുന്നത്. 4 കെട്ട സോപ്പ്, ഒരു 2000 രൂപയുടെ ജിമ്പൽ. കാര്യം നമുക്ക് എല്ലാവർക്കും ഒരു ജിമ്പൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു 10,000 രൂപയൊക്കെ ആവും നല്ല ജിമ്പൽ. അപ്പം അതിനകത്ത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല ജിമ്പലായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ നമുക്ക് വന്നിരിക്കുന്നത് 10 രൂപയുടെ 4 കെട്ട സോപ്പാണ്. ഈ കാർട്ട് വഴിയാണ് നമുക്ക് ഈ സാധനം വന്നിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഞാൻ ഈ ഒരു സാധനമായിട്ട് എന്തായാലും ഈ കാർട്ടിൻ്റെ ഓഫീസിലോട്ട് പോയാണ്. നമ്മുടെ കരുനാഗപ്പള്ളി പുതിയാവിലാണ് എന്തായാലും ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇനി അവിടെ ചെന്നിട്ട് അവരെന്താണ് പറയുന്നത് കേൾക്കാം. ഓക്കെ, എന്തായാലും എൻ്റെ ഈ സൈറ്റിൻ്റെ സ്ക്രീൻഷോട്ട് മാത്രമേ ഉള്ളൂ. ആ സ്ക്രീൻഷോട്ട് വെച്ച് നമുക്ക് എന്തായാലും ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്ത് നോക്കാം റിട്ടേൺ ചെയ്യാൻ പറ്റുമോന്ന്. ഇല്ലെങ്കിൽ പൈസ പോയി. അവിടെ എന്തായാലും ഈ കാർട്ടിൻ്റെ ഓഫീസിലോട്ട് പോവുകയാണ്. ഓക്കെ, ഇനി ആർക്കും ഇങ്ങനെ കളിപ്പീര് പറ്റില്ല. അതിൻ്റെ പേരിലാണ് കേട്ടോ. നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് ഇങ്ങനെ കളിപ്പീര് പറ്റുന്നതൊക്കെ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നപ്പോഴാണ് നമുക്കത് മനസ്സിലായത്. അപ്പോൾ അതാണ്ട് നമ്മളാണ്ട് ഈ കാർഡിൻ്റെ ഓഫീസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഈ കാർഡിൻ്റെ ഓഫീസിൽ വന്നിട്ട് നമ്മുടെ ഓഫീസിൽ അവരവിടെ സംസാരിക്കാൻ പോവുകയാണ്. എന്തായാലും മച്ചാനെ നാട്ടെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം വന്നേക്കെന്ന് പറയാൻ കേട്ടോ. കുറച്ച് പേപ്പർ, 4 കെട്ട സോപ്പ്. ഇപ്പം ഞാൻ ഈ കശിയെടുത്ത് ഞാൻ ചോദിച്ചു. ഇല്ല ഞാൻ ഈ കശിയെടുത്ത് ചോദിച്ചു. വന്ന കശിയെടുത്ത് ചോദിച്ചു നമുക്കിത് ഓപ്പൺ ഡെലിവറി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കശി പറഞ്ഞു ഓപ്പൺ ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അല്ല നിങ്ങളൊന്നും ചെയ്യാനല്ല, നമ്മൾ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളെ ഒന്നും നിങ്ങളെ നമ്മുടെ മിനിമൈസ് ചെയ്തിട്ട് ഇത് കാണിക്കത്തുള്ളൂ. നിങ്ങളത് വിഷമിക്കണം. കാര്യം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമുക്കറിയാം. ആ മനസ്സിലായി ബ്രോ, നമുക്കറിയാം. പക്ഷേ എന്തായാലും നമ്മൾ നിങ്ങളുടെ ഓഫീസിൽ വന്നിട്ടുള്ള കാര്യം അറിയണമല്ലോ. കാര്യം ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ട് ഇല്ലേ, നമ്മൾ വന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവർ പറയുന്നത് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനമാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ സൈറ്റ് ഐഡി നോക്കിയിട്ട് പോലും കാണുന്നില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളൊക്കെ 100% ഇൻസ്റ്റാഗ്രാം അതുകൊണ്ട് ഫേസ്ബുക്ക് പോലുള്ള ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ വഴിയൊക്കെ സാധനം, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്ന ലിങ്കുകൾ വഴിയൊക്കെ സാധനം എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ എനിക്ക് ഈ സാധനം വന്നിരിക്കുന്നത് ഈ കാർട്ട് വഴിയാണ് കേട്ടോ. ഈ കാർട്ട് വഴിയെന്ന് ഞാനിപ്പം അവിടുത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഓപ്പൺ ഡെലിവറി ചെയ്യാൻ പറ്റുമെന്ന്. കാര്യം അവർക്കത് ഓപ്പൺ ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് അങ്ങനെയാണ് ഈ സാധനം വരുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോലുള്ള സൈറ്റുകളിൽ നിന്ന് എടുക്കുന്ന സാധനം ഓപ്പൺ ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധനം അതിനിപ്പോൾ ഈ കാർട്ടിൽ നിന്നല്ല ഏത് കമ്പനി വഴി വരുന്ന സാധനമാണെങ്കിലും നിങ്ങൾ റിട്ടേൺ ചെയ്യുക. നിങ്ങളുടെ കാശ് പോകാൻ 100% ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ബ്രോ. അപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് നമ്മളിപ്പോൾ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെങ്കിൽ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അത് അവരുടെ മനസ്കഥ. ഓക്കെ, എന്തായാലും എൻ്റെ 2000 രൂപ പോയി. ഇനി ആർക്കും ഇങ്ങനൊരു അവസ്ഥ വരല്ലേ കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയതുണ്ടല്ലേ, എനിക്ക് കിട്ടിയ 3 കെട്ട ബാർ സോപ്പുമായിട്ട് ഞാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ഒന്ന് ഒരു കാര്യം ചെയ്യും, മുണ്ടെങ്കിലും കഴിവും, അല്ല വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. കാര്യം 2000 രൂപ എടുത്ത് 40 രൂപയുടെ സോപ്പ് മേടിച്ച് മുണ്ടേണ്ട അവസ്ഥ വരുന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാം അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സൈറ്റുകൾ വഴി പറ്റിക്കപ്പെടുന്ന ഒരുപാട് മലയാളമുണ്ട്. അതിൽ എനിക്കും ഒരു പണി കിട്ടിയെന്ന് ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു വിഷമമുണ്ട് കേട്ടോ. എന്തായാലും പണി കിട്ടിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇനി ഏതെങ്കിലും വഴി നമുക്കിത് റിട്ടേൺ ചെയ്യാൻ പറ്റുമോ നോക്കാം. അല്ലാതെ ഇനി വീട്ടിൽ പോയി തപ്പണം, അല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ ശരി ബ്രോ, ഓക്കെ. അപ്പോൾ എനിക്ക് കിട്ടിയ ബാർ സോപ്പുമായിട്ട് ഞാൻ ഈ കാർഡിൻ്റെ ഓഫീസിൽ നിന്ന് തിരിച്ചു പോവുകയാണ് കേട്ടോ. 2000 രൂപ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് കണ്ടില്ലേ, 4 കെട്ട ബാർ സോപ്പ്. എത്രയൊക്കെ കിട്ടിയാലും നമ്മളാരും പഠിക്കില്ല. ഷോപ്പിലൊക്കെ പോയി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള പണികളൊന്നും കിട്ടത്തില്ല. ചിലപ്പോൾ 10-100 രൂപയൊക്കെ ഒരു ഐറ്റത്തിൻ്റെ പുറത്ത് കൂടുതലായിരിക്കും. പക്ഷേ എങ്കിൽ തന്നെയും നമ്മളാരും ഇങ്ങനെ പറ്റിക്കപ്പെടത്തില്ല. എന്തായാലും കിട്ടിയ സാധനമായിട്ട് ഞാൻ അപ്പോൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഓക്കെ.